റിച്ച് പേഴ്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പ്രീമിയം കളക്ഷൻസ് കാണാം. കോട്ടൺ കളക്ഷൻസ് തന്നെയാണ്. കോട്ടന്റെ സെറ്റുകൾ ഹക്കോബ ബേസിൽ വന്നിട്ടുള്ള ബ്ലോക്ക് പ്രിന്റഡും അതുപോലെ സെമി മോഡൽ സിൽക്കിലൊക്കെ വരുന്ന സെറ്റുകളാണ് നമുക്ക് ഓരോന്നായി കാണാം. ഫസ്റ്റ് വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ് ആണ് കേട്ടോ. വൈറ്റ് ഹക്കോബ ബേസ് ആണ് വരുന്നത്. നല്ലൊരു പ്രീമിയം കോട്ടണിൽ വരുന്ന കളക്ഷൻ ആണ്. ഇതില് നമുക്ക് യോക്ക് പോർഷനിൽ ഇങ്ങനെ പ്രിന്റ് ബ്ലോക്ക് പ്രിന്റ് ആണ് വരുന്നത്. ഈ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ പ്രിന്റുകളാണ്, ഫ്ലവർ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം അപ്പർ ടു ലോവർ പോർഷൻ ഹക്കോബ കട്ട് വർക്ക് തന്നെയാണ്. ഇങ്ങനെ നല്ല ഭംഗിയുള്ള കട്ട് വർക്കും ഫ്ലോറൽ പ്രിന്റും ആണ് നമുക്ക് വരുന്നത്. ഫ്രണ്ട് പോർഷനും അതുപോലെ ഇത് ഇങ്ങനെ ഫ്രണ്ട് ആൻഡ് ബാക്കില് ഇങ്ങനെ ഒരു ബോർഡേഴ്സും നമുക്ക് വരുന്നുണ്ട്. നമുക്ക് സ്ലീവിലോ അല്ലെങ്കിൽ സ്ലിറ്റിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡേഴ്സ് ആണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് യോക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് വൈറ്റ് ബേസില് ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ്, ബ്ലോക്ക് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. ഇതില് ദുപ്പട്ട വരുന്നത് നമുക്ക് ദോറിയക്കോട്ട ദുപ്പട്ടയാണ്. ദോറിയക്കോട്ട ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇതൊരു സ്റ്റാർച്ച് ആണ്. ഇതിന് ഫസ്റ്റ് ഒരു വാഷ് കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ചേർന്ന് കിടക്കുന്ന ദുപ്പട്ടയാണ്. ബോട്ടം വരുന്നത് നമുക്ക് ഇതില് വരുന്ന ആ ഒരു കോമ്പിനേഷൻ ഷെയ്ഡില് ഇതിലും ബ്ലോക്ക് പ്രിന്റ്സ് വരുന്നുണ്ട്. ചെറിയ ചെറിയ സെൽഫ് പ്രിന്റ് വരുന്ന ബോട്ടം ആണ്. ടോട്ടലി നമുക്ക് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട പ്യുർ കോട്ടണിൽ വരുന്ന സെറ്റ് തന്നെയാണ്. നല്ലൊരു പ്രീമിയം കളക്ഷൻ ആണ്. പ്രൈസ് വരുന്നത് 2360 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ ഇപ്പൊ തന്നെ കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ്. വൈറ്റ് തന്നെയാണ് ബേസ്. അതിൽ നമുക്ക് ആഡ് ചെയ്ത് വരുന്ന കളർ യെല്ലോ ആണ് കേട്ടോ. യെല്ലോ ആൻഡ് ഒരു റെഡ് ഷെയ്ഡ് ആണ് മിക്സ് ചെയ്ത് വരുന്നത്. ഇതിലും ഇങ്ങനെ ഈ ഒരു യോക്ക് പോർഷനിൽ യെല്ലോ ആൻഡ് ഒരു റെഡ് ഷെയ്ഡിലാണ് മിക്സിങ് ആ ഒരു ഫ്ലവർ പ്രിന്റ് വരുന്നത് കേട്ടോ. ഇതില് ബ്ലോക്ക് പ്രിന്റ് വരുന്നത് കൊണ്ട് ചില സ്ഥലത്തൊരു സ്മഡ്ജിങ് വരുന്നുണ്ട്. പക്ഷെ ബ്ലോക്ക് പ്രിന്റിലൊക്കെ അങ്ങനെ വരുന്നതാണ്. ഇതിലെ സ്ലീവ്സിലും അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ അറ്റാച്ച് ചെയ്യാവുന്ന പോലെ ബോർഡേഴ്സ് വരുന്നുണ്ട്. ബാക്ക് സൈഡും ഇതേപോലെ തന്നെയാണ് കേട്ടോ. യോക്കും ഒപ്പം തന്നെ ഇങ്ങനെ ബോർഡേഴ്സും വരുന്നുണ്ട്. ത്രൂ ഔട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് ഇങ്ങനെ ഹക്കോബ കട്ട് വർക്ക് ആണ്. 1 ലെയർ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഹക്കോബ കട്ട് വർക്കോട് കൂടിയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇതിൽ നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇതേ ഡിസൈൻ ആണ് വരുന്നത്. എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ദുപ്പട്ട ദോറിയക്കോട്ട ദുപ്പട്ട നല്ല സോഫ്റ്റ് നല്ല ലെങ്ത് ആണ് കേട്ടോ. ടോപ്പും അതുപോലെ ദുപ്പട്ടയും 2.5 നന്നായിട്ട് വരുന്നുണ്ട്. ബോട്ടത്തില് യെല്ലോയില് തന്നെ ചെറിയൊരു സെൽഫ് ഡിസൈൻ വരുന്ന പ്യുർ കോട്ടണിൽ വരുന്ന ബോട്ടം പീസ് ആണ്. പ്രൈസ് സെയിം തന്നെ. ഹക്കോബ കളക്ഷനിൽ വരുന്ന നെക്സ്റ്റ് ഷെയ്ഡ് വൈറ്റില് ഒരു പീച്ച് കളറാണ് കേട്ടോ. എപ്പോഴും നമുക്ക് ഈ ഒരു വൈറ്റ് കളക്ഷൻസ് എപ്പോഴും നല്ലൊരു ഓതന്റിക് ഷെയ്ഡ്സ് ആണ്. ഏത് ഫംഗ്ഷൻസിനാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചർച്ച് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ആണ്. വൈറ്റ് ഹക്കോബയിൽ ത്രൂ ഔട്ട് ഹക്കോബയാണ്. മാത്രമല്ല നല്ലൊരു സോഫ്റ്റ് ഹക്കോബയാണ് ഇത് വരുന്നത്. ഈ കളക്ഷൻസ് ഒക്കെ അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചും വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും ഇത് ഫീൽ ചെയ്ത് നോക്കിയാൽ അറിയാം. സോഫ്റ്റ് ആയിട്ടുള്ള ഹക്കോബയാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്നതെല്ലാം ബ്ലോക്ക് പ്രിന്റുകളാണ്. മെഷീൻ പ്രിന്റ് അല്ല, ബ്ലോക്ക് പ്രിന്റ്സ് ആണ്. ത്രൂ ഔട്ട് ബോർഡേഴ്സും ശരിക്കും ഞാൻ പറയാ, ഇത് നിങ്ങൾ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ഇത് ഫീൽ ചെയ്ത് എടുക്കാൻ പറ്റും. പെട്ടെന്ന് ഇത് വീഡിയോയിൽ കാണുമ്പോൾ എന്താണ് ഇത്ര പ്രൈസ് എന്ന് വിചാരിക്കും. ഇത് അത്രയും ക്വാളിറ്റി ബേസ്ഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത്. വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷൻ. ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ ദോറിയക്കോട്ട ദുപ്പട്ടയാണ്. വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷൻ തന്നെയാണ്. ബോട്ടം പീസ് വരുമ്പോൾ ഈ പീച്ചിൽ തന്നെ ഒരു സെൽഫ് പ്രിന്റ്, നമുക്ക് എല്ലാത്തിലും ഈ ഒരു സെൽഫ് പ്രിന്റ് വരുന്നുണ്ട് ബോട്ടത്തിന്. അതും പ്യുർ കോട്ടണിൽ വരുന്ന ബോട്ടം പീസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ത്രൂ ഔട്ട് പ്യുർ കോട്ടണിൽ വരുന്ന പ്രീമിയം കളക്ഷൻ ആണ്. പ്രൈസ് വരുന്നത് 2360 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ ഇത്ര നേരം കണ്ടത് ഹക്കോബ കട്ട് വർക്കോട് കൂടിയിട്ടുള്ള ഫാബ്രിക് ആയിരുന്നു. ഇത് പ്യുർ കോട്ടണിൽ സെൽഫ് എംബ്രോയിഡറി ആണ് വരുന്നത് കേട്ടോ. കട്ട് വർക്ക് വരുന്നില്ല. ത്രൂ ഔട്ട് ഒരു ചെറിയ വീവിങ് വരുന്നുണ്ട് ഈ ഒരു വൈറ്റില്. പിന്നെ ബ്ലോക്ക് പ്രിന്റ് തന്നെയാണ്. യെല്ലോ ഫ്ലവേഴ്സ് ആണ് ത്രൂ ഔട്ട് വരുന്നത്. ഇങ്ങനെ ബോർഡേഴ്സും വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇത് തന്നെയാണ് ഡിസൈൻ വരുന്നത്. ഈ ഫ്ലവർ ഡിസൈൻ തന്നെയാണ് വിത്ത് ബോർഡേഴ്സ് വരുന്നത് കേട്ടോ. നമുക്ക് സ്ലിറ്റിലോ സ്ലീവിലോ ഒക്കെ വേണമെങ്കിൽ ഈ ബോർഡേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ബ്ലോക്ക് പ്രിന്റ് ആണ്. ഹക്കോബ കട്ട് വർക്ക് അല്ല, ജസ്റ്റ് ഒരു സെൽഫ് എംബ്രോയിഡറി പോകുന്ന ഫാബ്രിക് ആണ്. ഇതില് ദുപ്പട്ട വരുന്നത് പ്യുർ ഷിഫോൺ ഫാബ്രിക് ആണ്. അതിലും ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത്. ബോട്ടം വരുന്നത് ഈ പ്രിന്റോട് കൂടിയ യെല്ലോ ബേസില് ഒരു ചെറിയൊരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ്. പ്യുർ കോട്ടൺ തന്നെയാണ്. നമുക്ക് ഹക്കോബ കട്ട് വർക്ക് അല്ലാത്തത് കൊണ്ട് ഇതിന് പ്രൈസ് റേഞ്ച് കുറച്ച് കുറവാണ്. ഈ ഒരു സെറ്റിന് പ്രൈസ് വരുന്നത് 1690 വിത്ത് ഫ്രീ ഷിപ്പിംഗ്.
നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് നല്ലൊരു പ്രീമിയം കോട്ടൺ കളക്ഷൻ ആണ്. നമുക്ക് ക്രീം ബേസിൽ തന്നെ ഡിഫറെന്റ് ഫ്ലോറൽ പ്രിന്റ് വരുന്ന സെറ്റുകളാണ് കേട്ടോ. ഇതില് ചെസ്റ്റ് പോർഷനിൽ ഒരു നെറ്റ് പാച്ച് വരുന്നുണ്ട്. അതേ പാച്ച് തന്നെ നമുക്ക് ലോവർ എൻഡിൽ ഒരു ദാമന ഏരിയയിലും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു നെറ്റ് വെച്ചിട്ട് നമുക്ക് ബ്ലോക്ക് പ്രിന്റിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ചെറിയ സീക്വൻസ് വർക്കും ആഡ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഈ ഡിസൈൻ ആണ് ബോട്ടം പീസിന് വരുന്നത്. അപ്പൊ തോട്ടൊരു ഫ്യൂഷൻ സെറ്റ് ആണിത്. ബാക്ക് സൈഡിലും ഇതേ പ്രിന്റ് തന്നെ, ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് വരുന്നത്. ഒരു സിയാൻ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് ആണ്, ചെറിയ ചെറിയ പിങ്ക് ഫ്ലവേഴ്സും ത്രൂ ഔട്ട് പോകുന്നുണ്ട് കേട്ടോ. ദുപ്പട്ട ആണ് ഇതിന്റെ ഏറ്റവും ഭംഗി. ദുപ്പട്ട നമുക്ക് ഹക്കോബ കട്ട് വർക്കിലാണ് വരുന്നത്. ഈ ഒരു രണ്ട് പോർഷനിലും രണ്ട് എൻഡിലും നമുക്ക് ഇത് ലേസ് അല്ല, ഇതിൽ തന്നെ വീതി ചെയ്ത് വരുന്ന ഹക്കോബ കട്ട് വർക്കാണ്. രണ്ട് എൻഡിലും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. കോട്ടൺ തന്നെ, സോഫ്റ്റ് കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ബോട്ടം പീസ് വരുന്നത് ഈ ഒരു സ്ട്രൈപ്ഡ് പാറ്റേൺ ആണ്. ഇതിൽ വരുന്ന ഇതേ കോമ്പിനേഷൻ, സിയാൻ കളറും ക്രീം ഷെയ്ഡും തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ ഓവറോൾ വ്യൂ വരുന്നത് കേട്ടോ. പ്രൈസ് ചെയ്യുന്നത് 1890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന നെക്സ്റ്റ് കളറ് നമുക്കൊരു ലൈറ്റ് ബ്ലൂ ആണ് ഇതിൽ ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് വരുന്നത് കേട്ടോ. ക്രീം തന്നെ ബേസ്, ചെസ്റ്റ് പോർഷനിൽ വരുന്ന ഒരു നെറ്റും എല്ലാം സെയിം തന്നെയാണ്. ഇതിൽ വരുന്നത് ഫ്ലവറിന്റെ ഡിസൈൻ, ആ ഒരു ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ബ്ലൂ ആണ്. അതേ ബ്ലൂവിൽ സ്ട്രൈപ്ഡ് പാറ്റേണിൽ വരുന്ന ദുപ്പട്ട ഇതുപോലെ എൻഡില് ഹക്കോബ കട്ട് വർക്ക് ആണ് വരുന്നത്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടതുപോലെ തന്നെ ബോട്ടം പീസ് വരുന്നത് ഈ ഒരു സ്ട്രൈപ്ഡ് പാറ്റേൺ ആണ്. ഈ ഒരു സ്ട്രൈപ്ഡ് പാറ്റേൺ തന്നെയാണ് ഈ ഒരു നമ്മള് ടോപ്പിന്റെ ലോവർ എൻഡിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്യൂഷൻ, ഒരു മിക്സ് ആൻഡ് മാച്ച് ഫീൽ വരാൻ തോന്നുന്ന ഒരു ബോട്ടം പീസ് ആണ് കേട്ടോ. പ്രൈസ് സെയിം തന്നെയാണ്. നെക്സ്റ്റ് കാറ്റഗറി നമുക്കൊരു സെമി മോഡലിൽ വന്നിട്ടുള്ള സെറ്റ് ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ കളറും നല്ലൊരു സെറ്റുമാണ് കേട്ടോ. ഇതിലിങ്ങനെ നമുക്ക് വീനക്ക് പാറ്റേണിലൊരു എംബ്രോയിഡറി വർക്ക് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതും ഈ ഒരു ഷെയ്ഡും നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ ഒരു വീനക്കില് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ഒരു സ്ട്രൈപ്ഡ് പാറ്റേൺ ആണ്. ബാക്ക് സൈഡും ഇതുപോലെ തന്നെ സ്ട്രൈപ്ഡ് പാറ്റേൺ ആണ്. സെമി മൊഡാലാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. സെമി മൊഡാൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, കോട്ടൺ മൊഡാൽ മിക്സ് ആണ്. ഇങ്ങനെയാണ് ഈ ഒരു ചെസ്റ്റ് വർക്ക് വരുന്നത്. ദുപ്പട്ട ഇതിന്റെ നല്ലൊരു ബ്ലോക്ക് പ്രിന്റോട് കൂടിയ പ്യുർ ഷിഫോണിൽ വരുന്ന ഫാബ്രിക് ആണ് ദുപ്പട്ട വരുന്നത്. ഇതില് ബോട്ടം പീസ് വരുന്നത് ഈ മസ്റ്റേർഡ് യെല്ലോ തന്നെ പ്യുർ കോട്ടണിൽ വരുന്ന പ്ലെയിൻ മെറ്റീരിയൽ ആണ്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ ഓവറോൾ വ്യൂ വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 1890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് സെറ്റ് വരുന്നത് നമുക്ക് ഇതേ കാറ്റഗറിയിലെ സെമി മോഡലിൽ വരുന്ന ഒരു ബ്ലൂ ആൻഡ് വൈറ്റ്, നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ആണ്. സെമി മോഡൽ തന്നെയാണ് ഫാബ്രിക്. നെക്ക് ഇതുപോലെ നല്ല ഒരു വി നെക്കിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ്, എന്നാൽ ഒരു ഗോഡി സെറ്റും ആണ്. ദുപ്പട്ട പ്യുർ ഷിഫോണിൽ ഒരു ബ്ലോക്ക് പ്രിന്റഡ് ആണ് വരുന്നത്. പ്ലെയിൻ കോട്ടണിൽ വരുന്ന ബോട്ടം പീസ് ആണ്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ വരുന്നത്. പ്രൈസ് വരുന്നത് 1890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അസോർട്ടഡ് കളക്ഷൻസിൽ നമുക്ക് നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് ഒരു സാറ്റിൻ കോട്ടൺ സെറ്റ് ആണ്. അതായത് ചെറിയൊരു മിനുസ് ഉണ്ടാവും ഈ കോട്ടന്. അതിൽ ബാട്ടിക് പ്രിന്റ് വരുന്നുണ്ട്. ത്രൂ ഔട്ട് നമുക്ക് ഹാൻഡ് വർക്ക് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബുള്ളിയൻ നോട്ട്സ് ആണ് ത്രൂ ഔട്ട് ഫ്രണ്ട് ടു അപ്പർ ടു ലോവർ പോർഷനിൽ ഈ ഹാൻഡ് വർക്ക് തന്നെ ആഡ് ചെയ്തിരിക്കുന്ന നല്ലൊരു സെറ്റ് ആണ്. ഇതില് ബാക്ക് സൈഡ് വരുമ്പോ ഇങ്ങനെ പ്ലെയിനില് ലോവർ എൻഡിലാണ് ഒരു ബാട്ടിക് പ്രിന്റ് വരുന്നത് കേട്ടോ. ത്രൂ ഔട്ട് പ്ലെയിൻ ആണ്, ലോവർ എൻഡിൽ മാത്രം ബാട്ടിക് പ്രിന്റ് വരുന്ന സെറ്റ് ആണ്. ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ. ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാൻ. ഇതില് ദുപ്പട്ട വരുന്നത് ഷിഫോൺ ദുപ്പട്ടയിൽ ത്രൂ ഔട്ട് ഈ ഒരു ലേസ് വർക്കും കൂടെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ബോട്ടം വരുന്നതും പ്യുർ കോട്ടണിൽ ബാട്ടിക് പ്രിന്റ് ആണ്. പ്രൈസ് വരുന്ന 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഈ കളക്ഷനിൽ വരുന്ന നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ലൈറ്റ് ലാവൻഡർ പിങ്ക് എന്ന് പറയാം. നല്ലൊരു ഷെയ്ഡാണ്. ലാവൻഡറും അല്ല പിങ്കും അല്ല, രണ്ടിന്റെ ഇടയിലുള്ളൊരു കളറാണ്. ഇതുപോലെ തന്നെ ത്രൂ ഔട്ട് ബാട്ടിക് പ്രിന്റും ഫ്രണ്ട് ടു അതായത് അപ്പർ പോർഷൻ ടു ലോവർ പോർഷൻ നമുക്ക് ഈ ഒരു ബുള്ളിയൻ നോട്ട്സ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിട്ടുള്ള സെറ്റ് ആണ്. ദുപ്പട്ട നല്ല പ്യുർ ഷിഫോൺ ദുപ്പട്ടയില് ത്രൂ ഔട്ട് ലേസ് വർക്കും വരുന്നുണ്ട്, ബാട്ടിക് പ്രിന്റും വരുന്നുണ്ട്. ബോട്ടത്തിലും ഇതുപോലെ തന്നെ ബാട്ടിക് പ്രിന്റോട് കൂടിയ പ്യുർ കോട്ടൺ സെറ്റ് ആണ്. പ്രൈസ് വരുന്ന 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്.
ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡാണ്. നല്ലൊരു പീസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ തന്നെയാണ് ഡീറ്റെയിലിങ്സ് ഒക്കെ. അപ്പർ ടു ലോവർ പോർഷൻ ബുള്ളിയൻ നോട്ട്സ് ആണ് വരുന്നത്. അതാണ് ഈ ഒരു സെറ്റിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ സാറ്റിൻ കോട്ടനും ആണ്. നല്ല കംഫർട്ടബിൾ ടു വെയർ ആണ്. ബോട്ടം പീസും ഇതുപോലെ തന്നെ ബാട്ടിക് പ്രിന്റോട് കൂടിയ കോട്ടൺ ഷിഫോൺ ദുപ്പട്ടയില് ത്രൂ ഔട്ട് ഈ ഒരു ബാട്ടിക് പ്രിന്റും ലേസ് വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഓവറോൾ വ്യൂ വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ 2-3 കാറ്റഗറി കാണിച്ചിരുന്നു. എല്ലാം നല്ല വെറൈറ്റി സെറ്റുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനായാലും ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എത്നിക് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. ആ ഒരു വൈറ്റ് ബേസിൽ വരുന്ന ഹക്കോബ കട്ട് വർക്ക് സെറ്റ് ഒക്കെ നല്ല നമുക്ക് ഫംഗ്ഷൻ വെയർ ആയി യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സെറ്റുകളാണ്. ഇതിന്റെ പ്രൈസ് നോക്കണ്ട, ഇത് അത്രയും കംഫർട്ടബിൾ ആണ്. നമുക്ക് കുറെ നാൾ യൂസ് ചെയ്യാനും പറ്റും. നന്നായി ലാസ്റ്റ് ചെയ്യുന്ന സെറ്റുകളാണ്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഷെയർ ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് പ്രോഡക്റ്റിലേക്ക് എത്താം. ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.